നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രധാന പ്രതി പിടിയിൽ. കസ്റ്റഡിയിലായത് പാലക്കാട് നിന്ന്. സിദ്ധാർത്ഥ ക്രൂരമായ റാഗിംഗിന് വിധേയമായെന്ന് കുടുംബം. കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമിച്ചുവെന്നും ആരോപണം. വന്യമൃഗഭീതിയിൽ ജനവാസ മേഖല. പടയപ്പെ മൂന്നാറിൽ നിന്നും മാറ്റണമെന്ന് കോൺഗ്രസ്. കാട്ടാനകളെ കാടുകയറ്റണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നിരാഹാരം തുടരുന്നു. താമരശ്ശേരി ചുരത്തിൽ അപകടം. 4-ാം വളവിൽ പിക്കപ്പ് മറിഞ്ഞു. തിരുവനന്തപുരം വർക്കലയിൽ പൊള്ളലേറ്റ വീട്ടമ്മ മരിച്ചു. മരിച്ചത് അയിരൂർ സ്വദേശിനി. മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഭർത്താവ്. വെള്ളം കിട്ടാനില്ല. തൃശൂർ ചാറ്റിലാംപാടത്ത് മുണ്ടകൻ കൃഷി ഉണങ്ങുന്നു. കനാൽ വെള്ളം എത്തിക്കാൻ നടപടി തേടി കർഷകർ. വിശദമായി കടക്കുമ്പോൾ ആദ്യം നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു. അഖിലിനെയാണ് പാലക്കാട് നിന്ന് പിടികൂടിയത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതായി സിദ്ധാർത്ഥിന്റെ അച്ഛൻ ടി ജയപ്രകാശ് പ്രതികരിച്ചു. മരിക്കുന്നതിന് 3 ദിവസം മുൻപ് മുതൽ ക്രൂരമായ റാഗിംഗിന് വിധേയമായതായും ജയപ്രകാശ് പറഞ്ഞു. കൂട്ടുകാര് 15 കൂട്ടുകാർ പറഞ്ഞതുണ്ട്. അതിൽ 2 കുട്ടികൾ, 2 പെൺകുട്ടികളും 1 ആൺകുട്ടികളും വന്നിട്ട് വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് അങ്ങളെ ഒരു കാര്യം പറയാനുണ്ട്, അർജന്റാണ്, അത് ആരോടും പറയല്ലേ, ഒരു കാര്യം പറഞ്ഞിട്ട് പോകണം, അത് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞു. വേറെ ആൾക്ക് നമുക്കിവിടെ അറിയില്ല, ആരടുത്തും പറയില്ലേ. ഞാൻ എന്ത് കാര്യം, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എന്താ കാര്യം? അത് സിദ്ധാർത്ഥിനെ കൂടെ പഠിക്കുന്നതാണ് നിങ്ങൾ, സിദ്ധാർത്ഥൻ ഇത് ചെയ്തതല്ല. അപ്പോൾ എനിക്ക് ഷോക്കായി, പക്ഷേ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പറയുന്നത്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഷിൻജോ എന്ന് പറഞ്ഞു, ഷിൻജോ നമ്മളെ കൊന്നുകളയും, ഷിൻജോ എന്നുള്ള കുട്ടിയുടെ പേര് നമ്മളെ കൊന്നുകളയെന്ന് പറഞ്ഞേക്കാണ്. കോളേജുകാരും പറഞ്ഞു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും പുറത്ത് പറയാം എന്ന് പറഞ്ഞ് വിട്ടേക്കുക. ഞാൻ പറഞ്ഞ കാര്യം പറയാം, കുഴപ്പമില്ല, കാര്യം പറയാം. അപ്പോൾ പറഞ്ഞത് ഈ ഷിൻജോയും അവൻ്റെ ഫ്രണ്ട്സും, ഷിൻജോ സീനിയർ പിന്നെ അത് കഴിഞ്ഞാൽ മനസ്സിലായി. അവൻ്റെ ഫ്രണ്ട്സിൽ ഒരു 3-4 പേര് വന്നു. അക്ഷയ്, റഹാൻ, വേറെ ഡാനി എന്ന് പറഞ്ഞ 3 കുട്ടികൾ. ആ കുട്ടികളുടെ പേര് എനിക്ക് നല്ലവണ്ണം അറിയാം, അവൻ്റെ കൂട്ടുകാരാണ്, റൂംമേറ്റ്സ്. അവരെല്ലാവരും കൂടെ അവനെ കൊണ്ട് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ്. അവൻ തൂങ്ങിയതല്ല, ഇത്രയും പേര് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ്. ഇങ്ങനെ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സത്യാവസ്ഥകളിലൊക്കെ കാര്യങ്ങൾ എവിഡൻസ് ഫുള്ള് പ്രൂഫായിട്ട് അവിടെ നിന്ന് തന്നെ അവരുടെ കുട്ടികളും അധ്യാപകരുമായിട്ട് എൻ്റെ അളിയൻ്റെ കൊടുത്തൊരു ഷിബു എന്ന് പറഞ്ഞു. അവൻ്റെ ബാക്കി ഫുൾ എവിഡൻസ് അവരുടെ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂഫ് ഉൾപ്പെടാതെ തരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ പറഞ്ഞ ദേഹത്ത് അടിയും മുറിവും പൊട്ടലും ചതവേ ഉള്ളൂ. അപ്പം ഒരു 3 ദിവസത്തോളം പഴക്കമുള്ള ചതവുണ്ടെന്ന്. മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. ജിൻസ് തോട്ടുംകര കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ജിൻസ്, സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യില്ല, ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം. എന്തായാലും ഈ സംഭവം നടന്ന് ഇത്ര ദിവസത്തിന് ശേഷമാണ് പ്രധാനപ്പെട്ട പ്രതി പിടിയിലാകുന്നത്. പോലീസിനെതിരെ വലിയ ആക്ഷേപം കുടുംബം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയെന്നുള്ള വലിയ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ പ്രധാന പ്രതി പിടിയിലാകുമ്പോൾ എങ്ങനെയാണ് വിശദാംശങ്ങൾ വരുന്നത്? ആര്യ, സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നേരിട്ട് പങ്കുള്ള 1ാമത്തെ പ്രതിയായിട്ടുള്ള അഖിലിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയും 1ാം വർഷ വിദ്യാർത്ഥിയുമായ കെ അഖിലിനെയാണ് ഈ പാലക്കാട് നിന്നും ഈ അന്വേഷണ സംഘം ഇന്ന് രാവിലെ ഈ കൽപ്പറ്റയിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ബാക്കി ഒളിവിലുള്ള 11 പേർക്കുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും എന്നുള്ള കാര്യവും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഇതിൽ നിലവിൽ ഈ പ്രതികളായിട്ടുള്ള 6 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 11 പേരാണ് നിലവിൽ ഇനി ഒളിവിലുള്ളത്. ഇവർക്കായുള്ള
തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേസിൽ ആകെ 18 പ്രതികളാണുള്ളത്. ഇവർക്കെതിരെ അന്യായമായി തടഞ്ഞുവെക്കൽ, അതുപോലെ തന്നെ സംഘം ചേർന്ന് മർദ്ദിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം തന്നെ റാഗിംഗ് നിരോധന നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും മരിക്കുന്നതിന് മുൻപ് തന്നെ സിദ്ധാർത്ഥൻ ക്രൂര മർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും നേരിടേണ്ടി വന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം തന്നെ ഈ സംഭവത്തിൽ പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇഴഞ്ഞു നീക്കൽ ഉണ്ടായിരുന്നുവെന്നും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തതെന്നുമുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. അതേസമയം തന്നെ ഈ 10 ദിവസമായിട്ടും പ്രതികളെ പിടികൂടാത്ത സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. KSU അതുപോലെ തന്നെ അടക്കമുള്ള യുവജനങ്ങളുടെ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും പ്രതികളെ പിടികൂടാനുള്ള ഊർജിത നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അറിയാം. തീർച്ചയായും ജിൻസ് തോട്ടുംകരയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇടുക്കി മൂന്നാറിൽ വന്യമൃഗ ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് അവിടുത്തെ പ്രദേശവാസികൾ. ഇടുക്കി മൂന്നാറിലെ ആക്രമണകാരികളായ കാട്ടാനകളെ കാട് കയറ്റണമെന്നാവശ്യപ്പെട്ട് MP ഡീൻ കുര്യാക്കോസ് നടത്തിവരുന്ന നിരാഹാര സമരം ഇന്നിപ്പോൾ 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. MPയുടെ ആരോഗ്യനില മോശമായതോടെ ഇന്നലെ രാത്രി ഡോക്ടർമാരുടെ ഒരു സംഘം പരിശോധന നടത്തിയിരുന്നു. അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ പക്ഷേ സമരം തുടരുമെന്ന് തന്നെയാണ് ഡീൻ കുര്യാക്കോസ് MPയുടെ നിലപാട്. ഇടുക്കി മൂന്നാറിലെ പടയപ്പ എന്ന കാട്ടാനയ്ക്ക് മദപ്പാടുള്ളതായി ഇതിനിടയിൽ റിപ്പോർട്ടുകൾ വരികയാണ്. ചെവിയുടെ ഒരു ഭാഗത്ത് കറുത്ത നിറത്തിൽ പാട് കണ്ടെത്തി. RRT സംഘം പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം വരെ ഒറ്റതിരിഞ്ഞ് നടന്നിരുന്ന പടയപ്പയ്ക്കൊപ്പം ഇപ്പോൾ കുട്ടിയാനയും മറ്റൊരു പിടിയാനയും കൂടിയുണ്ട്. തലയാർ കടുകുമുടിയിലാണ് ആനകളെ വനപാലകർ കണ്ടെത്തിയത്. പടയപ്പയെ മൂന്നാറിൽ നിന്നും മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. പടയപ്പയ്ക്കൊപ്പം ചിന്നക്കനാലിൽ ആക്രമണം നടത്തുന്ന മുറിവാലൻ, ചക്കക്കൊമ്പൻ, മൂന്നാറിൽ ആക്രമണം നടത്തിയ ആന എന്നിവയെയും ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റണം. അരിക്കൊമ്പൻ വിഷയത്തിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം സമരം നടത്തിയതിന് സമാനമായി മൂന്നാറിലും സമരം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. പടയപ്പയെ അതിനെ ഒരു എന്താ പറയുക വിശുദ്ധ കാട്ടാനയായി പ്രഖ്യാപിക്കാതെ അതിനെ അടിയന്തരമായി ഇവിടുന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനെ മറ്റ് സ്ഥലത്തേക്ക് മാറ്റേണ്ടത്, ആനത്താവളത്തിലേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടത് അടിയന്തരമായി ആവശ്യമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അക്രമകാരികളായ ആനകളെ അരിക്കൊമ്പനെ മാറ്റിയതുപോലെ ചിന്നക്കനാലിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ചക്കക്കൊമ്പനും മൂന്നാറിൽ ഈ ആളുകളെ കൊന്ന് അക്രമം നടത്തുന്ന ഈ കൊമ്പന്മാരെയും ഏറ്റവും അടിയന്തരമായി ഇതിനെ പിടിച്ച് ഏതെങ്കിലും ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക്, അത് കോടനാടോ കോന്നിയോ ഇവിടെ പറ്റിയില്ല എങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അവനെ മാറ്റേണ്ടത്, അടിയന്തരമായി മാറ്റേണ്ടത്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ ഒരു കർത്തവ്യമാണ്. മൂന്നാർ ടൗണിൽ പടയപ്പയുടെ ആക്രമണമാണ് തുടരുന്നത്, അല്ലെങ്കിൽ പടയപ്പയാണ് ഭീതി പരത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ കാട്ടാനക്കൂട്ടങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുകയും ഭീതി പടർത്തുകയും ചെയ്യുകയാണ്. പകൽ സമയങ്ങളിൽ പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയാണ് അവിടെ ഉള്ളവർക്ക്. പ്രത്യേകിച്ചും തൊഴിലാളികളാണ് അവിടെ താമസിക്കുന്നത്. തൊഴിലാളികൾ താമസിക്കുന്ന കോളനികളിലാണ് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം നിരന്തരം എത്തുകയും കൃഷി നശിപ്പിക്കുകയും അവർക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ ഇപ്പോൾ RRT സംഘം സജീവമായി രംഗത്ത് തന്നെയുണ്ട്. 3 ഇടങ്ങളിലായി ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ സംഘം പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി. ഇടുക്കിയിൽ ഒരാഴ്ചയായി എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടാനക്കൂട്ടം ഭീതി പരത്താൻ തുടങ്ങിയിട്ട്. ഒരു ഭാഗത്ത് പടയപ്പ എന്ന കാട്ടാന ഒറ്റതിരിഞ്ഞെത്തുമ്പോൾ മറുഭാഗത്ത് കാട്ടാനകൾ കൂട്ടമായി എത്തി ആക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി പടയപ്പ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലെ നയമക്കാടിന് സമീപമെത്തി സിമന്റ് കയറ്റി വന്ന ലോറി തടയുകയും കന്നിമലയിലെത്തി ബൈക്കിനും കാറിനും കേടുപാടുകൾ വരുത്തുകയും തലയാറിലെ വഴിയോരക്കട തകർക്കുകയും ചെയ്തു. മറ്റൊരു കാട്ടാന ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ചു കൊലപ്പെടുത്തി. സംഭവത്തിൽ വനം വകുപ്പിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിൽ കാടിറങ്ങുന്ന കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും കാടുകയറ്റാൻ
വനംവകുപ്പിന്റെ RRT സംഘം സജീവമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഗ്രാമസലാൻഡ് ആശുപത്രി പരിസരം, കന്നിമല, തലയാർ, കടുകുമുടി തുടങ്ങിയ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ച ആനകളെ സംഘം പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും കാടുകയറ്റി. കാട്ടാനകൾ കൂട്ടമായി ജനവാസ മേഖലയിൽ എത്തുന്നത് തൊഴിലാളികളിൽ ഭയവും ആശങ്കയും സൃഷ്ടിക്കുന്നു. പകൽ നേരങ്ങളിൽ പോലും കാട്ടാനകൾ എസ്റ്റേറ്റുകളിൽ എത്തുകയാണ്. நாங்கள் ஒத்தையில் இருக்கோம். 6:45 போவோம். 6:45 போகும்போது தான் ஆனையை பார்த்தேன். பார்த்துட்டு தான் கூப்பிட்டு சொன்னோம். ரொம்ப பயமாக இருக்குது. ஃபாரஸ்ட்காரங்க வந்து ഞങ്ങൾ ആനയെ പറ്റി വിട്ടിട്ടുണ്ട്. ചൂട് കൂടിയതോടെ കാട്ടുപോത്തടക്കമുള്ള വന്യമൃഗങ്ങളും ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം കാന്തല്ലൂരിൽ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇതിപ്പോൾ വയനാട്ടിലെയും ഇടുക്കിയിലെയും മാത്രം കാര്യമല്ല. സംസ്ഥാനത്തുടനീളം ഈ വനവുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ, പ്രത്യേകിച്ച് ഈ ചൂടുകൂടി കൂടിയ ഒരു സാഹചര്യത്തിൽ വന്യജീവി ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വന്യജീവി ശല്യത്തിന് പരിഹാരം തേടി കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മനുഷ്യാവകാശ റാലി നടന്നു. കാട് വന്യജീവികൾക്കും നാട് മനുഷ്യനും എന്ന ആപ്തവാക്യം ഉയർത്തിയായിരുന്നു റാലി. റാലിയിൽ ആയിരങ്ങൾ പങ്കാളികളായി. മലയോര ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തിൽ കടന്നു കയറരുതെന്ന് റാലിയെ അഭിസംബോധന ചെയ്ത് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പറഞ്ഞു. ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. അതിനുള്ള സാഹചര്യം ഉളവാകണം. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി, ഈ വണ്ടി ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണലുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽ അറ്റാക്ക് ക്ലെയിം, അതിന് വേണ്ടിയിട്ടൊരു ട്രൈബ്യൂണൽ ഉണ്ടാക്കണം. അങ്ങനെ പുതിയ ട്രൈബ്യൂണൽ ഉണ്ടാക്കി ഈ കേസുകൾ പരിഹരിക്കാൻ സാധിക്കണം. ഇത് കേസ് ഞാൻ ഓർക്കുന്നുണ്ട്, 5 വർഷം മുമ്പുള്ള കേസുകൾ ഇപ്പം തുടർന്നോട് പോവുകയാണ്. ഒരു പരിഹാരവും ഇല്ല. മലപ്പുറം ചാലിയാറിലും സമാനമായ സാഹചര്യമാണുള്ളത്. ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അകമ്പാടം വനം സ്റ്റേഷനിലേക്ക് ബഹുജന കർഷക മാർച്ച് നടത്തി. 100 കണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. അകമ്പാടം കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് വനം സ്റ്റേഷന് മുന്നിൽ അവസാനിച്ചു. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. വീർക്കാതിരിക്കാൻ കുടുംബാംഗങ്ങൾ കേസിൽ അറസ്റ്റിലായത് 6 പേർ. പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതികൾ ഏത് സംഘടനയിൽപ്പെട്ടവരായാലും നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ്. തെറ്റ് ചെയ്യുന്നവരെ മുഖം നോക്കാതെ കർശനമായി നേരിടുമെന്നും ചിലർ ചെയ്യുന്ന തെറ്റിന് സംഘടനയെ കുറ്റവാളിയെന്ന് പറയാനാകുമോ എന്നും പി രാജീവ്. ലോകായുക്ത നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതി അംഗീകരിച്ചത് സർക്കാരിന്റെ നേട്ടത്തിനപ്പുറം ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്തിന് പൂർണ്ണാധികാരമുള്ള വിഷയം ഗവർണർ രാഷ്ട്രപതിക്ക് വിടേണ്ട ആവശ്യമില്ല എന്നായിരുന്നു. ലോകത്ത് ഒരു രാജ്യത്തും അന്വേഷണവും തീരുമാനവും ഒരു ഏജൻസി എടുക്കുന്നില്ല എന്നും മന്ത്രി പി രാജീവ് മുഴുവൻ അഴിമതിക്കാരുടെയും സംരക്ഷകനായി മാറിയതുപോലെയാണ് പ്രതികരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ചത് ദൗർഭാഗ്യകരം. നിയമ നടപടികൾ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് സ്വീകരിക്കും. ലോകായുക്ത എത്രയും വേഗത്തിൽ പിരിച്ചുവിടണമെന്നും രമേശ് ചെന്നിത്തല. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി തിരുവനന്തപുരത്ത് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗത്തിനെത്തും. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ചൌധരി, വിശ്വജിത് കദം എന്നിവർ പങ്കെടുക്കും. മാർച്ച് 2-ന് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയാവുമെന്ന് കെ മുരളീധരൻ. കണ്ണൂരിൽ കരുത്തനായ സ്ഥാനാർത്ഥിയുണ്ടാകും.
വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ മലപ്പുറം വണ്ടൂർ അത്താണിക്കലിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് സ്ത്രീകളുടെ പ്രതിഷേധം. ഔട്ട്ലെറ്റ് പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട പാലാമഠത്ത് നിന്ന് ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവിടെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. താമരശ്ശേരി ചുരത്തിൽ പിക്കപ്പ് മറിഞ്ഞു. പുൽപ്പള്ളിയിൽ നിന്ന് കോഴിക്കോട് പാലാഴിയിലേക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങളുമായി പോവുകയായിരുന്ന പിക്കപ്പാണ് 4ാം വളവിൽ മറിഞ്ഞത്. ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത്. പിക്കപ്പിലുണ്ടായിരുന്നവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മലപ്പുറം താനൂരിൽ 3 ദിവസം പ്രായമായ കുഞ്ഞിനെ മാതാവ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. താനൂർ ഓട്ടുംപുറം സ്വദേശിനിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവുമായി തർക്കമുണ്ടായതിനെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ മാസം 26-ന് രാത്രിയായിരുന്നു സംഭവം. വീട്ടിലെ കിണറ്റിന് അടുത്താണ് കുഞ്ഞിനെ കുഴിച്ചിട്ടതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. തിരുവനന്തപുരം വർക്കലയിൽ ഭർത്താവ് മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. അയിരൂർ മുത്താന സ്വദേശി ലീലയാണ് മരിച്ചത്. ഉറങ്ങിക്കിടക്കവേ ഭർത്താവ് അശോകൻ തലയിലൂടെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇനി ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തലയിൽ തൊപ്പിയും വെച്ച് മഞ്ഞ പെയിന്റ് അടിച്ച ഹെർക്കുലീസ് സൈക്കിളിൽ നാട് ചുറ്റി റേഡിയോ സംഗീതം കേൾപ്പിച്ചിരുന്ന ഒരാളെ പരിചയപ്പെടുകയാണ്. കൊല്ലം കൊട്ടാരക്കര കലയപുരം സ്വദേശി റേഡിയോ ഭാസ്കരനാണ് 67-ാം വയസ്സിലും സൈക്കിളിൽ കറങ്ങുന്നത്. കണ്ണുകൾ ദാനം ചെയ്യൂ, കൃഷിയെ പ്രോത്സാഹിപ്പിക്കൂ എന്നുള്ള സന്ദേശത്തിന് പുറമെ ഭാസ്കരന്റെ യാത്രാ വിവരണവും സൈക്കിളിൽ എഴുതി വെച്ചുകൊണ്ടാണ് യാത്ര. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. 60 വർഷമായി ഒരു സൈക്കിളിനെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ഭാസ്കരൻ എന്നാണ്. കൊല്ലം ജില്ലയിലെ കലയപുരത്താണ് ഇദ്ദേഹത്തിന്റെ വീട്. 65 പ്രാവശ്യത്തിൽ കൂടുതൽ ശബരിമലയിൽ പോയി. അദ്ദേഹം ശബരിമല യാത്ര ചെയ്തതിന്റെ എല്ലാം തന്നെ ഈ വാഹനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. തന്നെയല്ല, ഈ വാഹനത്തിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു റേഡിയോ വെക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും പാട്ട് കേൾപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് റേഡിയോ ഭാസ്കരൻ എന്ന് പേര് വീണത്. ഇപ്പോഴും ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സൈക്കിളിൽ ഇപ്പൊ ഈ സൈക്കിൾ ഒന്നാമത്തെ കാര്യം മരുന്നടി, അതാണ് പ്രധാനം. അതിന്റെ പേരിൽ സൈക്കിള് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ദൂരമൊക്കെ കൊണ്ടുപോകാം. അതാ സൈക്കിള് കളയാത്ത. ഇപ്പോഴും മരുന്നടിയുണ്ട്. ഇപ്പൊ പിന്നെ പോച്ചയുടെ പണിയേ ഉള്ളൂ. മറ്റുള്ള എല്ലാം നിർത്തി. പിന്നെ റബ്ബറിന്റെയും തെങ്ങിന്റെ നെല്ല് മറ്റുള്ള എല്ലാ കൃഷിക്കും ഉണ്ടായിരുന്നു. അതിനിപ്പം വയ്യ. 77 വയസ്സായി. ഇനിയിപ്പോ ഒക്കെയല്ല. 60 മുതൽ തുടങ്ങിയതാണ്. റബ്ബർ തോട്ടങ്ങളിലോ അതുപോലെ തന്നെ പറമ്പുകളിൽ നിന്നെല്ലാം ഈ റേഡിയോ സംഗീതം ഉയർന്നു കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും അവിടെ ഭാസ്കരൻ ചേട്ടൻ ഉണ്ട് എന്ന്. കാരണം ഈ സൈക്കിളിനോടൊപ്പം തന്നെ അദ്ദേഹം കൊണ്ടു നടക്കുന്ന ഒരു ഉപകരണമാണ് റേഡിയോ. ആദ്യ കാലഘട്ടം മുതൽ തന്നെ റേഡിയോ സ്വന്തമാക്കുകയും പല സ്ഥലങ്ങളിലായിട്ട് റേഡിയോ കൊണ്ടുപോയി എല്ലാവരെയും പാട്ട് കേൾപ്പിക്കുകയൊക്കെ ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ രീതിയാണ്. അപ്പോൾ റേഡിയോയെ കുറിച്ച് ഒരുപാട് കഥകൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. ചോദിച്ചറിയാം. റേഡിയോ വാങ്ങിക്കാൻ ആദ്യമായിട്ട് എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സമയത്ത് ഒരു കൂട്ടുകാരൻ ഗൾഫിൽ പോയി. അപ്പോൾ ആ പോയിട്ട് വന്ന ആള് ഒരു അന്നത്തെ റേഡിയോ കൊണ്ട് വന്നു അവിടുന്ന് ഗൾഫിൽ നിന്ന്. അപ്പം അന്നിന്ന് ഇവിടുന്ന് റേഡിയോ ഒന്നുമില്ല. ഈ കൊട്ടാരക്കര താലൂക്കിലേ ഇല്ല, അങ്ങനെ പറയാൻ വേണമെങ്കിൽ. പിന്നെ കുഞ്ഞൊക്കെ ചിലടത്തൊക്കെ ഉണ്ട്. എന്നാലും അത് കേൾക്കാനൊന്നും നമുക്ക് സൗകര്യം അന്നേരം നോക്കിയല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരൻ വന്നപ്പോൾ അയാൾ ഇത് കൊണ്ടുവന്നുകൊണ്ട് നിന്ന് അതിൽ നിന്ന് പിടിച്ചു നോക്കാൻ നോക്കി. ഇങ്ങനെ പിടിക്കാന്ന് വെച്ചപ്പോൾ അമ്മച്ചില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അന്ന് വിചാരിച്ചു എന്നാൽ എനിക്ക് ഒരെണ്ണം കൊണ്ടു നടക്കണം എന്ന് വിചാരിച്ചു. അന്നേരം അന്ന് ഈ ഒരു ബാൻഡിൻ്റെ റേഡിയോ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്നും ഇല്ല, കൊല്ലത്തേ ഉള്ളൂ. അതിന് ഞാനത് വാങ്ങിക്കാനായിട്ട് അന്ന് ടാപ്പിങ്ങിൻ്റെ ജോലിയാണ് അന്ന് ചെയ്ത്. ടാപ്പിങ് ജോലി ചെയ്ത് ഒരു മാസം ജോലി ചെയ്യുന്നതിന് ഒരു ദിവസം 400 മരം വെട്ടുന്നതിന് 4 രൂപയുണ്ട് അന്ന്. ഇപ്പോഴാണെങ്കിൽ അത് 2000 രൂപയൊക്കെ ഇപ്പോഴത്തെ. ആ 4 രൂപ മിച്ചം വരുത്തി അത് വാങ്ങിക്കാൻ പോയി കൊല്ലത്ത് ചെന്നപ്പോൾ ആ സാധനം ഇല്ല. അപ്പം പിന്നെ എന്തായാലും മറുപ്പിയുടെ റേഡിയോ കണ്ടുവച്ച് പോന്നു. അന്നേരം ഇത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്ന് പിന്നെ ഒരു മാസത്തെ ജോലിയും കൂടെ ചെയ്തതിന് ശേഷം അതിൻ്റെ മിച്ചം കൂടെ ചേർത്ത് പിന്നെ പിറ്റേ മാസം പോയി. അങ്ങനെയൊന്ന് മറുപ്പിടെയാണ് വാങ്ങിച്ചത്. അന്ന് ഇതിന് ടാക്സൊക്കെ കൊടുക്കണമായിരുന്നു.
അത് ഞാനിങ്ങനെ ടാക്സ് കൊടുക്കാനൊക്കെ ഇരുന്നു. അന്ന് 15 രൂപ അടയ്ക്കണമായിരുന്നു, പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കുന്നത്. അത് റെക്കോർഡൊക്കെ തന്ന് ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ റേഡിയോ കൂടെ പറഞ്ഞ് 3 വാനിൻ്റെ നിർത്തിയെന്ന്. അതുകൊണ്ട് പിന്നെ അടയ്ക്കേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് അത് ഞാനൊരു 10-20 വർഷം കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് പിന്നിലെ ഈ മറ്റേ ചെറിയ ഐറ്റം കിട്ടി, പോക്കറ്റ് ഇടുന്നത്. ആ പോക്കറ്റ് ഇടുന്ന കിട്ടിക്കൊണ്ട് ഇത് കിട്ടിയ സമയത്ത് എല്ലാം വീട്ടിലെല്ലാം കൊണ്ടുപോയി ഞാൻ എല്ലാവരെയും കാണിച്ച് കേൾപ്പിക്കും ഓരോ ദിവസവും. അങ്ങനെ വെച്ചാൽ എല്ലാ വീട്ടിലും പോകും. 40-40 വീടുണ്ട് അന്ന്. ഇന്നിപ്പോൾ 10-100 ആയി. അന്ന് 40-40 വീടേ ഉള്ളൂ. പിന്നെ നമ്മൾ എല്ലായിടത്തും TV-യും പിന്നെ എല്ലാ പരിപാടിയും ഉണ്ട്. അങ്ങനെ അന്ന് ഈ മർപ്പിടെ റേഡിയോ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഈ പോക്കറ്റ് റേഡിയോ ആക്കി. അന്നേരം പോക്കറ്റ് ഇട്ടേക്കുക. പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വയലും വീടും പരിപാടിയൊക്കെ എനിക്ക് കേൾക്കാൻ നേരം. അങ്ങനെ അതിൽ കൂടെ കേട്ട് ഞാൻ ഈ കൃഷി പരിപാടിയെല്ലാം കേട്ട് പഠിച്ച് ചെയ്യുക. വേറെ എനിക്ക് എന്നെ പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചതുമല്ല. ഞാൻ ഇത് കൃഷി ഇങ്ങനെ വയലും വീടും പരിപാടി കേട്ടാ എല്ലാം ചെയ്യുന്നത്. എനിക്കിതുവരെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വെറുതെ സൈക്കിളിൽ ചുറ്റിയടിച്ച് കറങ്ങുക എന്നുള്ളതല്ലായിരുന്നു ഭാസ്കരൻ ചേട്ടന്റെ ഉദ്ദേശം. കൃഷി വികസിപ്പിക്കുക, കേരളത്തെ രക്ഷിക്കൂ, അതുപോലെ തന്നെ കണ്ണുകൾ ദാനം ചെയ്യൂ എന്നുള്ള വലിയൊരു ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയുടെ പിന്നിൽ. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പള്ളിവേട്ട നടക്കുന്ന ഇന്നും നാളെയും പ്രസാദ ഊട്ടിനുള്ള സമയം 1 മണിയോടെ അവസാനിപ്പിക്കും. ഗ്രാമ പ്രദക്ഷിണത്തിനുള്ള എഴുന്നള്ളിപ്പ്, പറവെപ്പ് തുടങ്ങിയ ആചാരപ്രധാനമായ ചടങ്ങുകൾ സമയബന്ധിതമായും സുരക്ഷിതമായും നടത്തുന്നതിനാണ് ഈ ക്രമീകരണം. തൃശൂർ വടക്കേക്കാട് കപ്ലിയങ്ങാട് ദേവീക്ഷേത്രം ഏറ്റെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡിന്റെ ശ്രമം. പുലർച്ചെ 5 മണിയോടെ ജലപീരങ്കി അടക്കം 250-ലധികം പോലീസുകാരുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തുകയായിരുന്നു. ഭക്തജനങ്ങൾ സംഘടിച്ചെത്തി ക്ഷേത്രനടയിൽ നാമജപം നടത്തി പ്രതിരോധം തീർത്തു. ക്ഷേത്ര ഭാരവാഹികളും ഹൈന്ദവ സംഘടനാ നേതാക്കളും ഭക്തരും പോലീസുമായി ചർച്ച നടത്തി ക്ഷേത്രം ഏറ്റെടുക്കൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഡയറി നമ്പർ അടക്കമുള്ള രേഖകൾ ക്ഷേത്ര ഭാരവാഹികൾ പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് നടപടികൾ നിർത്തിയത്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5735, പവന് 45,880 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4775 രൂപ, പവന് 38,200 രൂപ. വെള്ളി ഗ്രാമിന് 75 രൂപ, കിലോഗ്രാമിന് 75,000 രൂപ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.